ഹലോ, നമസ്കാരം. കർഷക സുഹൃത്തുക്കളെ, ഇത് ഞാനാണ് ഇവിടെ ചമ്മന്തട്ടം എന്നാണ്, ചമ്മന്തട്ട പുതുക്കൊള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. ഞാനിതിൻ്റെ മുകളിലിട്ട് വീഡിയോ ഫോട്ടോ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് നമ്മളൊരു പാവപ്പെട്ട കർഷകൻ്റെ പൂളയാണ്. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് പന്നി ചെയ്തതാണ്. ഇത് കിയാറ്റൂർ പഞ്ചായത്തിൽ പെടുന്ന സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഇത്. ഒരു പാവപ്പെട്ട കർഷകങ്ങളെല്ലാവരും ഉണ്ടാവും. കുന്നമ്മൽ മോയിന് ആണ് ഒരാൾ, അന്നാന്ന് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. ആ പൂള ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് എത്ര പന്നിയാണെന്നറിയില്ല, 2ഉം 4ഉം 10ഉം പന്നികളൊന്നും വന്നാൽ അതിങ്ങനെ ചെയ്യാൻ കഴിയില്ല, കാരണം അത്രയും വന്നിട്ടുണ്ടാവും. ഇതിനൊന്നും ഒരു പരിഹാരവും നമ്മളെ പഞ്ചായത്തിലില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു ഓർഡർ പാസ്സാക്കിയിട്ടുണ്ട്, ഇങ്ങനെ കർഷകർക്ക് ശല്യമുള്ള പന്നിനെ വെടിവെക്കാൻ. ഇപ്പം നമ്മളെ പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, ഇപ്പോഴല്ല അതിനെ കുറച്ച് മുന്നേ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങൾക്ക് അപേക്ഷ തരാം, അപേക്ഷ തന്നിട്ട് കർഷകർ ഒരു കാര്യം ചെയ്യണം, അതിന് വരുന്ന ചിലവ് 5000, 10000, 20000 ആണെന്ന് അത് കർഷകൻ തന്നെ അറിയണം, അവൻ അടക്കണം എന്നൊക്കെയാണ് അന്ന് പഞ്ചായത്തിന് നമുക്ക് കിട്ടിയ ഒരു ഓർഡർ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത് വെച്ചാൽ, ഒരു കർഷകന് ഇത് ഉണ്ടാക്കണമെങ്കിൽ ഒരു 900 രൂപ കൂലി ഒരാൾക്ക് കൊടുക്കണം. മറ്റേ കർണാടകയിലെ തമിഴ്നാട്ടിലെ മാതിരി നമുക്കൊന്നും രാസവളത്തിന് സബ്സിഡിയും കൂടി ഗവൺമെൻറ് തരുന്നില്ല. ആ ഭയങ്കര പൊന്നുവില കൊടുത്തിട്ട് നമ്മൾ ആ വളം വാങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള ഈ സാധനങ്ങൾ ഇങ്ങനെ നശിപ്പിക്കുന്നതിന് ഒരു പഞ്ചായത്തിന് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞാൽ, ഇനി കർഷകന്മാരും കർഷക സംഘടനകളും ഇത് നോക്കിയിരിക്കണം. ഞാനിപ്പോൾ ഇന്നലെ രാത്രി ഇത് കണ്ടപ്പോൾ 1-2 കർഷക സംഘടനകൾക്കൊക്കെ വിളിച്ചു, കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിളിച്ചപ്പോൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, അങ്ങനെ നിയമമല്ല, അങ്ങനെ നിയമം ഉണ്ടായിരുന്നു. അത് പണ്ട് ഇവിടെ മുഖ്യമന്ത്രിൻ്റെ എന്തോ ജനസമ്പർക്ക പരിപാടി വന്നപ്പോൾ ആ ജനസമ്പർക്ക പരിപാടിയിൽ ഇവിടുന്ന് ആരൊക്കെ ചെന്നിട്ട് അതിന് പരാതി കൊടുത്തപ്പോൾ അതിന് മേലെന്ന് ഓർഡർ വന്നിട്ടുണ്ട് അത്രേ, പഞ്ചായത്തിന് തന്നെ വെടിവെക്കണം, പഞ്ചായത്ത് വെടി വെച്ച് കൊന്നിട്ട് അതിൻ്റെ ചിലവും പഞ്ചായത്ത് വഹിക്കണം എന്നാത്രേ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിൻ്റെ പകർപ്പ് എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ച് ചോദിച്ചവരോട്, അപ്പോൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ പകർപ്പ് പഞ്ചായത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പഞ്ചായത്ത് ഇപ്പോഴും ഉറങ്ങി കിടക്കുകയാണ് ഇതിന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ഒരു പഞ്ചായത്തിൻ്റെ ഒരു പിക്കറ്റിങ്ങോ പഞ്ചായത്ത് അത് വേണമെങ്കിൽ നമുക്ക് നടത്താൻ ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ രാഷ്ട്രീയം നോക്കണ്ട. ലീഗുകാരിൽ കർഷകരുണ്ട്, കോൺഗ്രസ്സിലുണ്ട്, BJPയിലുണ്ട്, മാർക്സിസ്റ്റ്, എല്ലാ പാർട്ടിയിലുണ്ടല്ലോ ഇപ്പോൾ ഈ കർഷകർ. അവിടെ രാഷ്ട്രീയത്തിന് നോക്കണ്ട, ഇത് ചെയ്തോന്ന് വെച്ചാൽ എന്താ ഇപ്പോൾ ഇതിലിപ്പോൾ ഈ നമ്മളെ ഈ പച്ചപ്പിലുള്ള ഈ കൃഷിക്കാരായ ഞങ്ങൾക്കൊക്കെ അഭിപ്രായം എന്താണ്? ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പഞ്ചായത്തിൽ ചെന്ന് പറയണോ, പഞ്ചായത്തിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണോ? നമ്മൾ നോക്കി, ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ്റെ പൂള ചെയ്ത പണിയാണിത്. ആ ചെങ്ങായി എന്താണ് കരയാനൊക്കെ കാണുമ്പോൾ അവൻ ആർക്കും വരും. ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ചുറ്റോട് ഒരു പച്ചപ്പ് നിങ്ങൾ കാണുന്നുണ്ടാവും. ആ ചെങ്ങായി ആയിരക്കണക്കിന് ഉറുപ്പ്യ പൈസ കൊടുത്തിട്ട് മറ്റേ ചാക്കും വലിയും നെറ്റും ഒക്കെ കൊണ്ടുവന്ന് കെട്ടിയതാണ് ആ കാണുന്നത്. എന്നിട്ടും പന്നിയാൾ ഇങ്ങനെ കടന്നു പറയുമ്പോൾ നോക്കിങ്ങൾ, 1ഉം 2ഉം 4ഉം 10ഉം പന്നിയാളല്ലേ വന്നിട്ടുള്ളത്. എന്നിട്ട് ഇന്ന് നമ്മളെ ഈ പഞ്ചായത്തോ അതിൻ്റെ സെക്രട്ടറി അതിൽ ഉത്തരവാദിത്തപ്പെട്ടവരോ അതിന് കണ്ണ് വീഴ്ക്കണില്ലെങ്കിൽ, അതിനൊക്കെ പഞ്ചായത്തിക്കെതിരെ ഈ കർഷകർ എന്തെങ്കിലും ഒന്ന് ഒത്തൊരുമിച്ച് ചെയ്യൽ എന്താ സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഏതായാലും നിങ്ങളെ എല്ലാവരും അഭിപ്രായം ഇതിൽ ഒന്ന് പറയുകയും ഈ ഈ വീഡിയോ ഇതെല്ലാം മൊത്തം എല്ലാ ഗ്രൂപ്പ് കൂടി ഒന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യും. എല്ലാവരേക്കും എല്ലാ വീഡിയോ ഗ്രൂപ്പ് കൂടി അല്ല. ഓക്കെ.